ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന റവ വെച്ചുണ്ടാക്കിയ നല്ലൊരു ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഈ പാനിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഒന്ന് വറുത്തെടുക്കണേ. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റവ നന്നായിട്ട് വറുത്തെടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തത് ഒരു 200 ഗ്രാം ചിക്കനാണ്. ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈരെല്ലാം ചേർത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഇതാ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തതാണ്. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ പകുതി മതി കേട്ടോ, ഒരുപാട് പുളിയൊന്നും വേണ്ട. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ബിരിയാണി മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവയും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് വേണ്ടത്. അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. പകുതി ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഇതുണ്ടാവുക. ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ആ നാരങ്ങ നീരും നെയ്യൊക്കെ എല്ലാ വശത്തും എത്തണം കേട്ടോ. ഇതിന് മേലെ കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റും. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ, പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.